പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഇപ്പോഴത്തെ സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ ലോകാവസാനം വളരെ അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരുപക്ഷെ വിരലിൽ എണ്ണാവുന്ന വർഷങ്ങൾ കൊണ്ട് അത് സംഭവിക്കുമോ എന്ന് പോലും ഭയപ്പെടുമാറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങൾ പുലർന്നുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലയഅതിയന്ന അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലഘട്ടം വരും, ലാ യദ്രിൽ ഖാതിലു ഫി അയ്യി ഷൈഇൻ ഖതൽ വലാ യദ്രിൽ മഖ്തൂൽ ഫി അയ്യി ഷൈഇൻ ഖുതില. അന്ന് കൊന്നവൻ അറിയുകയില്ല എന്തിനാണ് ഞാൻ ഇയാളെ കൊല്ലുന്നത് എന്ന്, കൊല്ലപ്പെടുന്നവൻ അറിയുകയില്ല എന്തിനു വേണ്ടിയാണ് ഞാൻ കൊല ചെയ്യപ്പെട്ടത് എന്ന്. അപ്പോൾ കൊല്ലുന്നവനെ ആരെയാണോ കൊല്ലുന്നത് അയാളെ കൊല്ലുന്നതിൻ്റെ ലക്ഷ്യം അറിയുകയില്ല. കൊല്ലപ്പെടുന്നവനും എന്തിനാണ് ഇയാൾ എന്നെ കൊല്ലുന്നത് എന്ന് അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ്. നമ്മുടെ നാടുകളിലൊട്ടും കൊട്ടേഷൻ സംഘങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു കൊട്ടേഷൻ സംഘത്തിലേക്ക് ഒരാളെ കൊല്ലുന്നതിന് വേണ്ടി അയാളുടെ ഫോട്ടോ, അയാൾക്ക് ആവശ്യമായ പണവും കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എന്തിനു വേണ്ടിയാണ് ഇയാളെ കൊല്ലുന്നത് അയാൾക്കറിയുകയില്ല, ദുനിയാവിൻ്റെ ലാഭത്തിന് വേണ്ടിയാണ്. ഇനി അയാൾ ചെന്ന് ആവശ്യമുള്ളവനെ കൊല്ലുമ്പോൾ ആ കൊല്ലപ്പെടുന്നവൻ അറിയുകയില്ല എന്തിനു വേണ്ടിയാണ് ഇയാളിനെ കൊല്ലുന്നത് എന്ന്. അതെല്ലാം ഈ പ്രവചനത്തിൻ്റെ പുലർച്ചയാണ് എന്ന് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ യുദ്ധ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒന്നും അറിയാത്ത നിരപരാധികൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന സമയത്താണ് അവരുടെ തലക്ക് മുകളിൽ ഡ്രോണുകളും മിസൈലുകളും ബോംബുകളും വന്ന് പൊട്ടുന്നത്. അങ്ങനെ നിരപരാധികളായ ആളുകൾ ഒന്നും അറിയാതെ നിൽക്കുന്ന സമയത്ത് കൊല്ലപ്പെടുന്നു എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവചനത്തിൻ്റെ പുലർച്ചയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഫ്നാ ഹാദിഹിൽ ഉമ്മത്തു ഹത്താ യഖൂമ അർ-റജുലു ഇലൽ മർഅതി ഫയഫ്തരിഷുഹാ ഫിത്ത്വരീഖ്. പുരുഷന്മാരും സ്ത്രീകളും വഴിയിൽ കടന്നുകൊണ്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ ഈ ലോകം അവസാനിക്കുകയില്ല. ആ സമയത്ത് ഫയകൂന ഖിയാറുഹും യൗമഇദിൻ മൻ യഖൂൽ, ഒരല്പം വിവേകമുള്ള അതുപോലെ തന്നെ നല്ല മനസ്സുള്ള ആളുകൾ അവരോട് പറയുമെന്നാണ്, ഹാദൽ ഹായിത്ത്, ആ മതിലിൻ്റെ പിറകിലേക്കൊന്ന് നിന്നുകൊണ്ട് അവരത് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇത് പലപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഇത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ നാടുകളിലേക്കും ഇത് വന്നിട്ടുണ്ട് എന്നത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ ഒരു 3-4 ദിവസം മുമ്പ് കോഴിക്കോടുള്ള ഒരു മനുഷ്യൻ എഴുതിയ ലേഖനം ഒരുപക്ഷെ നിങ്ങളത് വായിച്ചിട്ടുണ്ടാകും. ആ ലേഖനത്തിൽ കോഴിക്കോട് രാത്രി സമയങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും ഇതുപോലെ റോഡ് സൈഡുകളിൽ നിന്നുകൊണ്ട് വ്യഭിചാര പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നും ഞങ്ങൾ നാട്ടുകാർ അവർക്ക് ആ മതിലിൻ്റെ പിറകിലേക്ക് നിന്ന് ചെയ്തുകൂടെ എന്ന് ചോദിക്കാറുണ്ട് എന്ന് അവർ പറയുമ്പോൾ ഇതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം പുലരുന്നതിൻ്റെ അടയാളങ്ങളാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അശ്റാത്തിസ് സാഅ, അന്ത്യനാളിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് വയക്സുറ ശുർബുൽ ഖംർ, മദ്യപാനം അത് അധികരിക്കുക എന്നുള്ളത്. മദ്യം കുടിക്കുന്നവരുടെ എണ്ണം അധികരിച്ചു വരും. ഇന്ന് ചെറുപ്പക്കാർക്കിടയിൽ അത് മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വേർതിരിവില്ലാതെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് ലഹരിയും അതുപോലെ തന്നെ മദ്യപാനവും. 2022 ന്യൂ ഇയറിൽ 95.67 കോടിയാണ് മദ്യം ചെലവഴിച്ചത് എങ്കിൽ അത് 2025 ആയപ്പോഴേക്കും 108 കോടിയായി. 2026 അത് 125.64 കോടിയായി. അപ്പോൾ ഓരോ വർഷവും ഇതിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം പുലരുന്നു എന്നതിൻ്റെ അടയാളമാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുർഫഅൽ ഇൽമു വയസ്ബുതുൽ ജഹ്ലു, ഇൽമ് അറിവ് ഉയർത്തപ്പെടുകയും അറിവില്ലായ്മ സ്ഥാപിക്കപ്പെടുകയും ചെയ്യും. ലോകത്താകമാനം ജഹാലത്ത് വ്യാപിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അതെങ്ങനെയാണ്? പ്രവാചകൻ പറഞ്ഞു, ഇത്തഖദന്നാസു റൂസൻ ജുഹാല, ആളുകൾ നേതാക്കന്മാരെ സ്വീകരിക്കുക അറിവില്ലാത്തവരെയാണ്. ഫസുഇലു, അങ്ങനെ അറിവില്ലാത്ത ആ വിഡ്ഢികളോട് ചോദിക്കും. ഫഅഫ്തു ബിഗൈരി ഇൽമിൻ, അറിവില്ലാതെ അവർ ഫത്വകൾ നൽകും. ഫദല്ലു വഅദല്ലു, അങ്ങനെ അവർ പിഴച്ചു പോകും, അവർ മറ്റുള്ളവരെ വഴി പിഴപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ധാരാളം അറിവില്ലാത്ത പുരോഹിതന്മാരെ ആളുകൾ നേതാക്കന്മാരെ സ്വീകരിക്കുകയും ആ പുരോഹിതന്മാർ ആളുകൾക്ക് അറിവില്ലാത്ത രൂപത്തിൽ ഫത്വ നൽകുകയും അങ്ങനെ അവരും ആ ഫത്വ നൽകപ്പെട്ട ആളുകളും അറിവില്ലാതെ ദീനീ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വഴിപിഴച്ചു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രിയമുള്ളവർ, ഇപ്പോഴത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇതും നമുക്ക് കാണുവാൻ സാധിക്കും.
ഇപ്പോൾ വെള്ളിയാഴ്ചയും പെരുന്നാളും ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യണം? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ തന്നെ ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതെല്ലാം മാറ്റിവെച്ച് ഒരറിവുമില്ലാതെ അതിനെതിരെ വിളിച്ചു പറയുന്ന സലഫികൾക്കെതിരെ സംസാരിക്കുന്ന ധാരാളം ആളുകളെ നമ്മൾ കണ്ടതാണ്. അതെല്ലാം വിഡ്ഢിത്തമാണ്. അതുപോലെ തന്നെ ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജന്മദിനമാണ്, അതുകൊണ്ട് അത് ആഘോഷിക്കൽ അനുവദനീയമാണ് എന്ന് ഫത്വ നൽകിയ പുരോഹിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. പെരുന്നാൾ ദിവസങ്ങളിൽ പടക്കവും കരിമരുന്നും ഉപയോഗിക്കാം, അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് ഫത്വ നൽകിയവരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അയാൾ ഉംറക്ക് പോകുന്ന സമയത്ത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും ഇഹ്റാം ചെയ്യാം, അതിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. അത് ശരിയാണോ എന്ന് ചോദിച്ചിട്ടാണ്. എത്ര വലിയ വിഡ്ഢിത്തമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഉംറ കോഴിക്കോട് എയർപോർട്ടിലാണോ? അത് മക്കത്തല്ലേ? ഇഹ്റാമിന് അതിൻ്റെതായ മീക്കാത്തുകളുണ്ട്, അത് വിട്ട് കടക്കാൻ പാടുള്ളതല്ല, അതിന് മുമ്പേയും ചെയ്യാൻ പാടുള്ളതല്ല. അപ്പം ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിനോടല്ല പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹു അല്ലാത്ത വലിയകളോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞ് അതിനു വേണ്ടി വാദിക്കുന്ന ആളുകൾ. ഇങ്ങനെ ജഹാലത്ത് വ്യാപകമാകുന്ന ഒരു കാലഘട്ടം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമകൾ നമ്മോട് പറഞ്ഞു തന്നതാണ്. അതുപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമകൾ പറഞ്ഞു, ലാ തഖൂമുസ് സഅതു ഹത്താ യക്സുറുൽ മാൽ, അന്ത്യനാൾ സംഭവിക്കുകയില്ല സമ്പത്ത് അധികരിക്കുന്നത് വരെ. വയഫീൽ, സമ്പത്ത് ഒഴുകും, ധാരാളമായി സമ്പത്തുണ്ടാകും. ഹത്താ യുഖ്രിജ റജുലു സകാത മാലിഹി, ഒരു മനുഷ്യൻ തൻ്റെ സമ്പത്തിൻ്റെ സകാത്തുമായി നടക്കും. ഫലാ യജിദു അഹദൻ യഖ്ബലുഹാ മിൻഹു, എന്നാൽ അത് സ്വീകരിക്കുവാൻ ഒരാളെ പോലും കണ്ടെത്താൻ അയാൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ സകാത്ത് സ്വീകരിക്കാൻ പോലും ആളില്ലാത്ത ഒരവസ്ഥയിലേക്ക് ലോകം മാറും. അതുവരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്നാണ്. ഇതിന് പക്ഷേ നമ്മുടെ നാടുകളിൽ ഇന്ന് സംഭവിച്ചിട്ടില്ല എങ്കിലും ലോകത്തിൻ്റെ പല നാടുകളിലും ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റമദാനിൻ്റെ അവസാന ദിവസങ്ങളിൽ സ്വീഡനിൽ നിന്നും ഒരാൾ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, ഫിത്ർ സക്കാത്ത് അവിടെ സ്വീകരിക്കാൻ ആളില്ല, അതുകൊണ്ട് പണം അയച്ചു തരാം, നാട്ടിൽ നിന്ന് കൊടുക്കുമോ എന്നാണ്. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ അരികിലേക്കും എത്തുന്നതോടുകൂടി, ഇത് വ്യാപകമാകുന്നതോടുകൂടി ലോകാവസാനം സംഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവസാനം ഇമാം മഹ്ദി വരുന്ന സമയത്ത് ഒരാൾക്കും വെറുതെ പണം നൽകിയാൽ പോലും അത് സ്വീകരിക്കാൻ ആളില്ലാത്ത അവസ്ഥയുണ്ടാകുമെന്ന് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഉഅ്ദുദ് സിത്തൻ ബൈന യദൈ സഅ, അന്ത്യനാളിന് മുമ്പേ 6 കാര്യങ്ങൾ നിങ്ങൾ എണ്ണുക. മൗതി, ഒന്ന് എൻ്റെ മരണമാണ്. സുമ്മ ഫത്ഹു ബൈത്തുൽ മുഖദ്ദസ്, 2 ബൈത്തുൽ മഖ്ദിസിൻ്റെ വിജയമാണ്. ബൈത്തുൽ മഖ്ദിസ് മുസ്ലിമീങ്ങൾ പിടിച്ചടക്കുക എന്നുള്ളത് ലോകാവസാനത്തിൻ്റെ ഒരടയാളമാണ്. പ്രവാചകന്മാരുടെ പുണ്യപാദങ്ങൾ പതിഞ്ഞ ധാരാളം പ്രവാചകന്മാരുടെ ചരിത്രമുറങ്ങുന്ന ബൈത്തുൽ മഖ്ദിസ് മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് വരെ ലോകാവസാനം സംഭവിക്കുകയില്ല. ചരിത്രത്തിൽ 2 തവണ അത് സംഭവിച്ചു കഴിഞ്ഞതാണ്. ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലും, 2 സ്വലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുള്ളയുടെ കാലഘട്ടത്തിലും. എന്നാൽ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇനിയും അവിടെ മുസ്ലിമീങ്ങൾ ഭരണം നടത്തുന്ന ഒരു കാലഘട്ടം വരുമെന്നാണ്. ഇന്ന് ഫലസ്തീനിൽ നമ്മുടെ സഹോദരന്മാർ അനുഭവിക്കുന്നതിനെല്ലാം പകരം വീട്ടുന്ന ഒരു കാലഘട്ടം വരും. അവിടെ നിർഭയത്വത്തോടുകൂടി മുസ്ലിമീങ്ങൾ മുസല്ല വിരിക്കുന്ന ഒരു കാലഘട്ടം വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമുസ് സഅതു ഹത്താ തുഖാതിലുൽ യഹൂദ്, ജൂതന്മാരോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് വരെ ലോകം അവസാനിക്കുകയില്ല. അവസാനം ജൂതന്മാർ കല്ലിൻ്റെ പിറകിലും മരത്തിൻ്റെ പിറകിലും ഒളിച്ചിരിക്കുമ്പോൾ കല്ലും മരവും വിളിച്ചു പറയുമെന്നാണ്, യാ മുസ്ലിം ഹാദാ യഹൂദിയുൻ വറാഇ ഫഖ്തുലുഹു, ഓ മുസ്ലിം, ദാ എൻ്റെ പിറകിൽ ഒരു ജൂതനുണ്ട്, അവനെ കൊല്ലൂ എന്ന് മരവും കല്ലുകളും വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, ലാ തഖൂമുസ് സഅതു ഹത്താ യുഖ്ബലൽ ഇൽമു വതക്സുറസ് സലാസിൽ, അന്ത്യനാൾ സംഭവിക്കുകയില്ല ഭൂമി കുലുക്കം അധികരിക്കുന്നത് വരെ. ഭൂമി കുലുക്കങ്ങൾ അധികരിക്കുന്ന ഒരവസ്ഥയിൽ ലോകം അവസാനിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നു. കണക്കുകൾ പരിശോധിക്കുമ്പോഴും നമുക്കത് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. 2023 ഇന്ത്യയിൽ മാത്രം 126 ഭൂമി കുലുക്കങ്ങളാണ് ഉണ്ടായത്. എന്നാൽ അത് 2025 ആയപ്പോഴേക്കും 159 ഉയർന്നു. ഇനിയും ധാരാളമായി അതിൻ്റെ എണ്ണം വർദ്ധിക്കുകയും അങ്ങനെ ലോകാവസാനത്തിൻ്റെ അടയാളമാണ് അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തു. മറ്റൊരു അടയാളം ബൈന യദൈ സഅ യൽഹറു റിബ, ലോകാവസാനത്തിൻ്റെ അടയാളമാണ് പലിശ പ്രത്യക്ഷമാവുക എന്നുള്ളത്. പലിശ വ്യാപിക്കുക എന്നുള്ളത് ലോകാവസാനത്തിൻ്റെ ഒരടയാളമാണ്. പ്രിയമുള്ളവരെ, ഇന്നെന്താണ് അവസ്ഥ? ആളുകൾ വാഹനമെടുക്കുന്നത് ലോൺ എടുത്തുകൊണ്ടാണ്, ആളുകൾ വീട് വെക്കുന്നത് ലോൺ എടുത്തുകൊണ്ടാണ്, ആളുകൾ കച്ചവടം നടത്തുന്നത് ലോൺ എടുത്തുകൊണ്ടാണ്.
മുസ്ലിം ഉമ്മത്തിനിടയിൽ വ്യാപകമായ നിസ്സാരവൽക്കരിക്കപ്പെട്ട ഒരു തിന്മയായി പലിശ മാറിയിരിക്കുന്നു. പലിശയുടെ ഇടപാടില്ലാത്ത ഒരു സ്വർണ്ണക്കട തിരഞ്ഞാൽ അത് കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. ധാരാളം സ്വർണ്ണക്കടകളിൽ പലിശ അത് കടന്നു വരുന്നുണ്ട് എന്ന്, മുസ്ലിമീങ്ങൾ അതുമായി ഇടപെടുന്നുണ്ട് എന്ന് അനുഭവങ്ങളിലൂടെ നമുക്ക് കഴിയുന്ന ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, സ്വർണവുമായി ബന്ധപ്പെടുമ്പോൾ നമ്മളും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പലിശ ധാരാളമായി കടന്നു വരുന്ന ഒരു മേഖലയാണ് സ്വർണം എന്ന് പറഞ്ഞാൽ. സാധാരണ സ്വർണം രണ്ട് രൂപത്തിലാണ് നമ്മൾ കച്ചവടത്തിന് വിധേയമാക്കാറുള്ളത്. ഒന്ന്, പണം കൊടുത്ത് സ്വർണം വാങ്ങും. രണ്ട്, സ്വർണം കൊടുത്ത് സ്വർണം വാങ്ങും. ഇത് രണ്ടിലും പലിശ വരും. ഒരാൾ പണം കൊടുത്ത് സ്വർണം വാങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദം ബി യദിൻ, റൊക്കമായിരിക്കണം. കൊടുക്കുന്ന പണത്തിനുള്ള സ്വർണം ആ മജ്ലിസിൽ, ആ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ കൈപ്പറ്റണം. അപ്പോൾ നമ്മൾ 40,000 രൂപയുടെ സ്വർണം മേടിച്ചു, 39,000 രൂപ നമ്മുടെ കൈകളിലുള്ളൂ, 39,000 കൊടുത്തു, ബാക്കി 1000 ഞാൻ ളുഹറിന് പള്ളിയിൽ പോകുമ്പോൾ കൊടുന്നേരാട്ടോ എന്ന് പറഞ്ഞാൽ, അങ്ങനെ ആ സ്വർണം മേടിച്ചു പോരുകയാണെങ്കിൽ അത് പലിശയാണ്. റൊക്കമായി ഒരു മജ്ലിസിലിരുന്ന് ആ കച്ചവടം മുറിക്കണം. ഇനി അതുപോലെ തന്നെ സ്വർണം കൊടുത്ത് സ്വർണം വാങ്ങുമ്പോൾ, പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങും. അങ്ങനെ വാങ്ങുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സവാഅൻ ബിസവാഇൻ, തുല്യത്തിന് തുല്യമായിരിക്കണം. അപ്പം നൽകിയ പഴയ സ്വർണം എത്രയാണോ അതേ അളവിൽ പുതിയ സ്വർണം വാങ്ങണം. എന്നാൽ പലപ്പോഴും അത് സംഭവിക്കുന്നില്ല. നൽകിയ പഴയ സ്വർണത്തേക്കാൾ താഴെയുള്ള അളവിലാണ് പുതിയ സ്വർണം ലഭിക്കുക. അത് പലിശയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ കച്ചവടക്കാർക്കിടയിൽ ധാരാളമായി പലിശ കടന്നു വരുന്നു. 5 രൂപ ബാക്കി നൽകാനുണ്ടാകും, 5 രൂപ ചില്ലറയില്ല, കച്ചവടക്കാരൻ 5ൻ്റെ ഒരു മഞ്ചെടുത്ത് തരും, അല്ലെങ്കിൽ 5ൻ്റെ ഒരു മുട്ടായി എടുത്ത് തരും. അത് പലിശയാണ്. അതുപോലെ പല ബിസിനസ്സുകളും, മൂലധനം നഷ്ടപ്പെടാത്ത ബിസിനസ്സുകൾ, 2 ലക്ഷം രൂപ മൂലധനമായി നൽകണം, പിന്നീട് മാസം ലാഭം ലഭിക്കും. എപ്പോഴാണോ കട പൂട്ടുന്നത് ആ 2 ലക്ഷം അതുപോലെ തിരിച്ചു തരും. ഇത് പലിശയാണ്. ഇങ്ങനെ ധാരാളം പലിശയുടെ മേഖലകൾ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനത്തിന്റെ പുലർച്ചയാണ്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമുസ് സാഅതു ഹത്താ യതഖാറബസ് സമാൻ, കാലങ്ങൾ അടുത്തു വരുന്നത് വരെ ലോകം അവസാനിക്കുകയില്ല. ഫതകൂന സനതു കശ്ശഹരി, ഒരു വർഷം ഒരു മാസം പോലെ അനുഭവപ്പെടും. വശഹ്റു കൽ ജുമുഅത്തി, ഒരു മാസം ഒരാഴ്ച പോലെ അനുഭവപ്പെടും. വൽ ജുമുഅതു കൽ യൗമി, ഒരാഴ്ച ഒരു ദിവസം പോലെ അനുഭവപ്പെടും. വയകൂനൽ യൗമു കസ്സാഅത്തി, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ അനുഭവപ്പെടുന്ന കാലം വരാതെ ലോകം അവസാനിക്കുകയില്ല. ഇത് ഇന്ന് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ പറയാറുണ്ട്, ഒരു വർഷം എത്ര വേഗത്തിലാണ് കടന്നുപോയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത വെള്ളിയാഴ്ച എത്തിയോ, എത്ര വേഗമാണല്ലേ. കണ്ണ് ചിമ്മി തുറക്കുന്നത് പോലെയാണല്ലോ റമദാൻ കഴിഞ്ഞു പോയത്. ഇങ്ങനെയൊക്കെ ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ലോകാവസാനത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമുസ് സാഅതു ഹത്താ യക്സുറൽ ഹർജു, ഹർജ് അധികരിക്കാതെ ലോകാവസാനം സംഭവിക്കുകയില്ല. ഹർജ് എന്ന് പറഞ്ഞാൽ അതിന് പണ്ഡിതന്മാർ നൽകിയ ഒരു വ്യാഖ്യാനം കൂട്ടക്കൊല എന്നാണ്. അഥവാ ധാരാളം ആളുകൾ, ഒരു വലിയ സംഘം ആളുകൾ, അവർ ഒരുമിച്ച് മരണപ്പെടുന്ന ധാരാളം മരണങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. ഈ ഇന്നത്തെ യുദ്ധ സാഹചര്യങ്ങളിൽ നമുക്ക് യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുന്ന ഒന്നാണ്. ഓരോ മിസൈൽ അയക്കുമ്പോഴും ഡ്രോണുകൾ അയക്കുമ്പോഴും അതിൽ കൊല്ലപ്പെടുന്നത് 50ഉം 100ഉം കണക്കിന് കൂട്ടക്കണക്കിന് ആളുകളാണ്. ഒരാളോടുള്ള ശത്രുത കാരണത്താൽ ആ നാട്ടിൽ മരണപ്പെട്ടു വീഴുന്നത് നിരപരാധികളായ ആയിരങ്ങളാണ്. ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാകിന്നഹു ഖത്ലു ബഅദികും ബഅദ, പരസ്പരം നിങ്ങൾ യുദ്ധം ചെയ്യുമെന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഹത്താ യഖ്തുല റജുലു ജാറഹു, ഒരു മനുഷ്യൻ തൻ്റെ അയൽവാസിയെ കൊല്ലും. വയഖ്തുല അഖാഹു, തൻ്റെ സഹോദരനെ കൊല്ലും. വയഖ്തുല അമ്മഹു, തൻ്റെ ഉപ്പയുടെ സഹോദരനെ കൊല്ലും. വയഖ്തുല ഇബ്ന അമ്മിഹി, തൻ്റെ എളാപ്പയുടെ മകനെ കൊല്ലും. ഇത് കേട്ടപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വമഅനാ ഉഖൂലുനാ, എന്താണ് പ്രവാചകരെ, ഞങ്ങൾക്ക് ആ സമയത്ത് ബുദ്ധിയില്ലേ? റസൂലുള്ളാഹി പറഞ്ഞു, ഇല്ല ഇല്ല അന്നഹു യൻസിഉ ഉഖൂല അഹ്ലി ദാക സമാൻ, ആ കാലഘട്ടത്തിലെ ആളുകളിൽ നിന്ന് ബുദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല ഊരി മാറ്റിയിട്ടുണ്ടാകും. ബുദ്ധി ഊരി മാറ്റി എന്ന് പറഞ്ഞാൽ അവർ പൊട്ടന്മാരായിരിക്കും എന്നല്ല അതിൻ്റെ വ്യാഖ്യാനം. റസൂലുള്ളാഹി തന്നെ പറഞ്ഞു, അവർ ചെയ്യുന്നത് ശരിയാണ് എന്ന് അവർക്ക് തോന്നും, എന്നാൽ പക്വതയില്ലാത്ത, വിവേകമില്ലാത്ത പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. കാമുകന്റെ കൂടെ പോകുന്നതിന് വേണ്ടി ഭർത്താവിനെ കൊല്ലുന്ന ഭാര്യ, ലഹരിക്കടിമപ്പെട്ടതിൻ്റെ പേരിൽ ഉമ്മയെ കൊല്ലുന്ന മകൻ, പീഡിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ മകളെ കൊല്ലുന്ന ഉപ്പ, വാക്ക് തർക്കത്തിൻ്റെ പേരിൽ സഹോദരന്മാരെ കൊല്ലുന്നു, സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ കുടുംബക്കാരനെ കൊല്ലുന്നു.
ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനം പുലരുന്നതിൻ്റെ അടയാളമാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമുസ്സാഅതു ഹത്താ യതബാഹന്നാസു ഫിൽ മസാജിദി. പള്ളികളുടെ വിഷയങ്ങളിൽ ആളുകൾ ഫഖർ കാണിക്കുന്നതുവരെ, പരസ്പരം പൊങ്ങച്ചം പറയുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഇതും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പള്ളി ഉണ്ടാക്കുമ്പോൾ അവരുടെ പള്ളിയേക്കാൾ വലുതാകണം നമ്മുടെ പള്ളി, അവരുടെ കാർപ്പറ്റിനേക്കാൾ നല്ലതാകണം നമ്മുടെ കാർപ്പറ്റ്, അവരുടെ പള്ളിയെ ലൈറ്റിനേക്കാൾ വലുതാകണം നമ്മുടെ പള്ളിയിലെ ലൈറ്റ്. ഈ രൂപത്തിൽ പള്ളികളുടെ വിഷയത്തിൽ പരസ്പരം ആളുകൾ ഒരു തഫാഖുർ, പരസ്പരമുള്ള പൊങ്ങച്ചം കാണിക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇന്ന മിൻ അശ്റാത്തിസ് സഅതി വ അല്ലാ യുസല്ലിമ അർ-റജുലു ഇല്ലാ അലാ മൻ യഅരിഫ്. അന്ത്യനാളിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് അറിയുന്നവർക്ക് മാത്രം ആളുകൾ സലാം പറയുന്നു എന്നുള്ളത്. അപ്പം ആളുകൾ സലാമിനെ ഒതുക്കും, വ്യാപിപ്പിക്കേണ്ടതിന് പകരം ആളുകൾ സലാമിനെ ചുരുക്കും. തങ്ങൾക്കറിയുന്നവരോട് മാത്രം സലാം പറയുന്ന ഒരവസ്ഥയിലേക്ക് ആളുകൾ ചുരുങ്ങുമെന്നത് ലോകാവസാനത്തിൻ്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രിയമുള്ളവരെ, ഇതിൽ ധാരാളം അടയാളങ്ങൾ ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈമാനും ഇഖ്ലാസും മുറുകെ പിടിച്ച് നമ്മൾ ജീവിക്കുക. ഇനി വരാനിരിക്കുന്ന ഫിത്നകളിൽ നിന്നും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ രക്ഷ തേടിക്കൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാന നാളിൽ സംഭവിക്കാനിരിക്കുന്ന മുഴുവൻ ഫിത്നകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവെ സൂക്ഷിച്ചവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുമ്മ ഹുദ്നതൻ തകൂനു ബൈനകും വബൈന ബനിൽ അസ്ഫർ. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളായി പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, പിന്നീട് ഒരു കരാർ സംഭവിക്കും. ആ കരാർ നിങ്ങൾക്കും ബനുൽ അസ്ഫറിനും ഇടയിലായിരിക്കും. ഇപ്പോൾ മുസ്ലിമീങ്ങളും ബനുൽ അസ്ഫറും തമ്മിൽ ഒരു കരാർ സംഭവിക്കും. ആരാണ് ബനുൽ അസ്ഫർ എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാരതിനെ വിശദീകരിച്ചു. പ്രവാചകൻ്റെ ഹദീസിൽ തന്നെ വന്നു, അത് റോമക്കാരാണ്. റോമക്കാരെന്ന് പറഞ്ഞാൽ അത് യൂറോപ്യന്മാരാണ്. അപ്പോൾ യൂറോപ്യന്മാർക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു കരാർ സംഭവിക്കും. ചില പണ്ഡിതന്മാർ, ആധുനിക പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അതിൽ അമേരിക്ക കൂടി ഉൾപ്പെടുമെന്ന്. അള്ളാഹു അഅലം. ഏതായിരുന്നാലും റോമക്കാർക്കും മുസ്ലിമീങ്ങൾക്കുമിടയിൽ ഒരു കരാർ സംഭവിക്കും. ആ കരാർ പരസ്പരം യുദ്ധം പാടില്ല എന്നതിനുള്ള കരാറായിരിക്കും. എന്നാൽ ഫയഗ്ദിറൂൻ, അവർ മുസ്ലിമീങ്ങളെ വഞ്ചിക്കും. ഫയതൂനകും തഹ്ത 80 ഗായ, അങ്ങനെ 80 കൊടികൾക്ക് കീഴിലായി അവർ അണിചേരും. തഹ്ത കുല്ലി ഗായത്തിൻ, ഓരോ കൊടിക്ക് ചൂടിലും 12,000 12,000 ആളുകൾ ഉണ്ടാകും. അപ്പോൾ 12,000 ആളുകൾ ഒരു സൈന്യത്തിൽ. അങ്ങനത്തെ 80 സൈന്യങ്ങൾ മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ രൂപത്തിലുള്ള ഒരു വലിയ മൽഹമ, ഒരു മൽഹമത്തുൽ കുബ്ര, ഒരു വലിയ യുദ്ധം സംഭവിക്കുന്നത് വരെ ലോകാവസാനം ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, യജീ ഉദ്ദജ്ജാലു, ദജ്ജാൽ കടന്നു വരും. ഫയസ്അദു ഉഹുദൻ, ഉഹദിൻ്റെ മുകളിൽ കയറും. ഫയൻദുറുൽ മദീന, എന്നൊരു മദീനയിലേക്ക് നോക്കും. ഫയഖൂലു ലി അസ്ഹാബിഹി, എന്നിട്ട് അവൻ്റെ കൂടെയുള്ള ആളുകളോട് ദജ്ജാൽ പറയും, അതറൗന ഹാദൽ ഖസ്റൽ അബ്യദ്, ആ വെള്ളക്കൊട്ടാരം നിങ്ങൾ കണ്ടുവോ? ഹാദാ മസ്ജിദു അഹ്മദ്, അത് അഹ്മദിൻ്റെ മസ്ജിദാണ്. അഹ്മദ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ദജ്ജാൽ ഉഹദ് മലയുടെ മുകളിൽ കയറി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലേക്ക് നോക്കി, ആ വെള്ളക്കൊട്ടാരം നിങ്ങൾ കണ്ടുവോ? അത് മുഹമ്മദിൻ്റെ പള്ളിയാണ്, മസ്ജിദുൻ നബവിയാണ് എന്ന് ദജ്ജാൽ പറയുമെന്നാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കണം. 1400 വർഷങ്ങൾക്ക് മുമ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. അന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയുടെ തൂണുകൾ ഈത്തപ്പനത്തിൻ്റെ തണ്ടാണ്. അന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയുടെ മേൽക്കൂര ഈത്തപ്പനയുടെ ഓലയാണ്. ചരിത്രങ്ങളിൽ കാണാം, അത് തന്നെ പൂർണ്ണമല്ല. കാരണം മഴ പെയ്താൽ പോലും പള്ളിയുടെ അകത്തേക്ക് മഴയുടെ വെള്ളം കയറുമാറ് പള്ളിയുടെ മേൽക്കൂര പൂർണ്ണമായിട്ടില്ല. അന്ന് പ്രവാചകൻ്റെ പള്ളിയുടെ നിലം ചരൽക്കല്ലുകളും മണലും കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആ പള്ളിയിൽ ഇരുന്നു കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ദജ്ജാൽ വരും, എൻ്റെ പള്ളിയിലേക്ക് നോക്കി
ആ വെള്ളക്കൊട്ടാരം നിങ്ങൾ കണ്ടുവോ എന്ന് ചോദിക്കുമെന്ന്. ഇന്ന് യഥാർത്ഥത്തിൽ മസ്ജിദ് നബവി എന്ന് പറഞ്ഞാൽ ഒരു വെള്ളക്കൊട്ടാരം തന്നെയാണ്. 448 മുതൽ 896 വരെ കിലോഗ്രാം സ്വർണം ഇന്ന് മസ്ജിദ് നബവിയിൽ അതിൻ്റെ നിർമ്മാണത്തിലുണ്ട് എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇതൊക്കെ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളായി നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു എന്നാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കണം. 1400 വർഷങ്ങൾക്ക് മുമ്പേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെല്ലാം നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും ഈമാൻ വർദ്ധിക്കാത്തവന് എന്തുകൊണ്ടാണ് ഈമാൻ വർദ്ധിക്കുക? ഇനിയും നന്നാവാൻ തീരുമാനിക്കാത്തവന് എപ്പോഴാണ് പിന്നെ നന്നാവേണ്ടത്? ഇനിയും മടങ്ങാൻ ആഗ്രഹിക്കാത്തവർ പിന്നീട് എപ്പോഴാണ് അവർ മടങ്ങേണ്ടത്?